നമസ്കാരം. പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ പ്രതീക്ഷയോടെ അർജുനായുള്ള കാത്തിരിപ്പ് 5ാം ദിവസത്തിലേക്ക്. തിരച്ചിൽ അതിരാവിലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിനു ശേഷം മലയാളികൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശി അർജുന്റെ വരവിനായി. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് അകപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ 5:30ഓടെയാണ് പുനരാരംഭിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് തിരച്ചിൽ നിർത്തിവെക്കുകയാണെന്ന് ജില്ലാ കളക്ടർ അറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ലൈറ്റുകളടക്കം കൊണ്ടുവന്ന് പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു. കനത്ത മഴയെ അവഗണിച്ചും തിരച്ചിൽ അല്പസമയം കൂടി തുടരുകയും ചെയ്തു. എന്നാൽ മേഖലയിൽ അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ തിരച്ചിൽ നിർത്തിവെക്കുകയാണെന്നും കളക്ടർ അറിയിക്കുകയായിരുന്നു. ശനിയാഴ്ച അതിരാവിലെ മുതൽ തിരച്ചിൽ തുടരുമെന്നാണ് കളക്ടർ അറിയിച്ചത്. പുലർച്ചെ 5:30-ക്ക് തിരച്ചിൽ നടപടികൾ ആരംഭിച്ചിരുന്നു. റഡാർ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ നടത്തുന്നത്. ബാംഗ്ലൂരുവിൽ നിന്ന് റഡാർ ഡിവൈസ് എത്തിക്കാനുള്ള നടപടി തുടങ്ങിയിരുന്നു. വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുന്ന റഡാറാണ് അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. രാവിലെ തന്നെ റഡാർ ഉപകരണം സ്ഥലത്ത് എത്തിക്കാനായിരുന്നു ശ്രമം. ലോറിയുള്ള സ്ഥലം ഈ റഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും. നാവികസേന, NDRF, പോലീസ്, അഗ്നിശമന സേന സംഘങ്ങൾ ചേർന്നാണ് രക്ഷാദൗത്യം തുടരുക. കോഴിക്കോട്ടെ വീട്ടിലെ അർജുന് വേണ്ടി കണ്ണീരോടെ അതിലേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബം. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സഹായം തേടണമെന്ന് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ആവശ്യപ്പെട്ടിരുന്നു. കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തൃപ്തരല്ലെന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ രാത്രി തന്നെ അർജുനെ കണ്ടെത്താനാവുമെന്നായിരുന്നു പ്രതീക്ഷ. കാര്യമായ തിരച്ചിലൊന്നും അവിടെ നടക്കുന്നില്ല. ആധുനിക സംവിധാനം ഉപയോഗിക്കുന്നില്ല. 17-ാം തീയതിയും രാവിലെയും ഉച്ചയ്ക്കുമെല്ലാം ഇവിടെ നിന്ന് പോയവർ പോലീസിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേസെടുക്കാൻ തയ്യാറായില്ലെന്നും അർജുന്റെ സഹോദരി വ്യക്തമാക്കിയിരുന്നു. അതേസമയം മലയാളിയായ ലോറി ഡ്രൈവർ അർജുൻ കുടുങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് ദുരന്ത നിവാരണ സേനയെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ലെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. നമുക്ക് ദുരന്ത നിവാരണ സേനയുണ്ട്. അത് വെള്ളപ്പൊക്കമോ കടൽക്ഷോഭമോ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കേണ്ടവയല്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൊണ്ടുവരാൻ സാധിക്കണം. ഇതെന്തുകൊണ്ട് നടന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല. അത് അന്വേഷിക്കണം. ഇക്കാര്യത്തിൽ കേരള സർക്കാരിനെ തീർത്തും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അത് നമ്മുടെ പരിധിയല്ല. അവർ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആർജവമാണ് പ്രധാനം. ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തൽ ഉണ്ടാകണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. മണ്ണിടിച്ചിൽ കുടുങ്ങിയെന്ന് സംശയിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി മണ്ണിനടിയിലാണെന്നാണ് സൂചനകൾ വരുന്നത്. ലോറിയിൽ നിന്നുള്ള GPS സിഗ്നൽ അവസാനമായി ലഭിച്ചത് മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തു നിന്നാണെന്നും സംശയത്തിന് കാരണം. അർജുനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലുമായി 3-ാം ദിവസം തിരച്ചിൽ തുടരുകയാണ്. ഒരു കുടുംബത്തിലെ 5 പേരുടെ ഉൾപ്പെടെ 10 മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തെടുത്തിരുന്നു. ഇതിനിടെയാണ് അർജുനും അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന ആശങ്ക ഉയർന്നത്. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്ത അവസാനിച്ചിരിക്കുന്നു. മറ്റു വാർത്തകളുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.